Hey guys, welcome back. Madhav sir is here. പൊളിച്ചെടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം? പ്രഡിക്ഷൻ 2026 ക്ലാസ് 6ലെ പ്രഡിക്ഷൻ SS-ന്റെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യനുമായിട്ടാണ് മാധവ് സാർ വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഒന്ന് നോക്കിയാലോ? യെസ്. അപ്പോൾ എല്ലാവരും ആദ്യം എന്ത് ചെയ്യാം? നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അംഗങ്ങളാവുക. എല്ലാവരും എന്ത് ചെയ്യാം? ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്മുടെ എന്തിൻ്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ PDF കാര്യങ്ങളൊക്കെ അതിൽ അവൈലബിൾ ആണ്. മകൾസ് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. എൻജോയ് ദ PDF ആൻഡ് റീഡ് ആൻഡ് പൊളിച്ചെടുക്കാം. നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം അല്ലേ? ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ നീഡഡ്? ഭരണഘടന ആവശ്യമായി വരുന്നത് എന്തുകൊണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ 3 മാർക്കിന്. എവിടെ എൻ്റെ പെന്ന്? 3 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കും കേട്ടോ. അവർ ഈസ് എ കൺട്രി വിത്ത് എ വാസ്റ്റ് ടെറിട്ടറി, എ ലാർജ് പോപ്പുലേഷൻ ആൻഡ് എ പീപ്പിൾ ഫ്രം മെനി ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് ലിവിംഗ് ടുഗദർ. Our country with such diversity moves forward according to certain laws, rules and regulations. Similarly, most countries have unified document contains the basic principles that help them exist and govern themselves. This is the constitution. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്ത്? നമ്മുടെ കൺട്രി എന്നത് നമുക്കറിയാം വാസ്റ്റ് ടെറിട്ടറി അല്ലേ? ദീർഘമായി നീണ്ടു കിടക്കുന്ന ടെറിട്ടറിയാണ്. അതോടൊപ്പം തന്നെ ലാർജ് പോപ്പുലേഷൻ ആണ് അവിടെ നമ്മൾക്കുള്ളത്. വളരെ വിശാലമായ ഭൂപ്രദേശമുള്ള ധാരാളം ജനസംഖ്യയുള്ള പല വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ ഒന്നിച്ചു ചേർന്ന് താമസിക്കുന്ന കമ്മ്യൂണിറ്റി ലിവിംഗ് ടുഗദർ ആണ് എവിടെയുള്ളത്? ഇന്ത്യയിലുള്ളത്. അവർ കൺട്രി വിത്ത് സച്ച് ഡൈവേഴ്സിറ്റി മൂവ്സ് ഫോർവേഡ്. ചില നിയമങ്ങൾ, ചട്ടങ്ങൾ, വ്യവസ്ഥകൾ. എന്തൊക്കെ? ചില നിയമങ്ങൾ, ചട്ടങ്ങൾ, വ്യവസ്ഥകൾ അനുസരിച്ചാണ് ഇത്തരം വൈവിധ്യങ്ങളുടെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. വിത്ത് സർട്ടൻ ലോസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇത്തരം വൈവിധ്യമുള്ള നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ മിക്ക രാജ്യങ്ങൾക്കും അവയുടെ നിലനിൽപ്പിനും ഭരണത്തിനും സഹായിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ അടങ്ങിയ ഒരു ഏകീകരിച്ച രേഖയുണ്ട്. ഇതാണെന്ത്? ഭരണഘടന. അപ്പോൾ ഭരണഘടനയുടെ ഷോർട്ട് ആൻഡ് ഫോം ആയിട്ടുള്ള ആൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. മക്കൾസ് PDF നോക്കുക, പഠിക്കുക, പൊളിച്ചെടുക്കുക. പ്രഡിക്ഷൻ നമ്പർ 2. എന്താണ് സാമൂഹീകരണം? വാട്ട് ഈസ് സോഷ്യലൈസേഷൻ? എന്താണ് സാമൂഹികരണം? വാട്ട് ഈസ് സോഷ്യലൈസേഷൻ? Socialization is the process by which we learn how to behave and interact in the society we live in. It begins the birth and continues throughout the life. അത് എന്ന് മുതൽ തുടങ്ങും? നമ്മുടെ ജനനം മുതൽ നമ്മൾ മരിക്കുന്നത് വരെ അല്ലെ? നമ്മുടെ ലൈഫിൽ ത്രൂ ഔട്ട് നമ്മൾ കൊണ്ടുപോകുന്നു. ഫാമിലി, എഡ്യൂക്കേഷൻ, peer and the media are all the factors that contribute to the socialization processനെ contribute ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഫാമിലി, എഡ്യൂക്കേഷൻ, peer and the media are നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണമെന്നും ഇടപെടണമെന്നും പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹികരണം. ഇത് ജനനം മുതൽ ആലോചിക്കുക. ജനനം മുതൽ ആരംഭിച്ച് ജീവിതകാലം മുഴുവൻ തുടരുന്നു. തുടർന്ന് കുടുംബം, വിദ്യാഭ്യാസം, കൂട്ടുകാർ, മാധ്യമങ്ങൾ തുടങ്ങിയവയെല്ലാം സാമൂഹികരണ പ്രക്രിയയെ സഹായിക്കുന്ന ഘടകങ്ങളായി നമ്മൾ കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് സാമൂഹികരണം എന്നും സാമൂഹികരണത്തെ സഹായിക്കുന്ന ഘടകങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. കുടുംബം, വിദ്യാഭ്യാസം, കൂട്ടുകാർ, മാധ്യമങ്ങൾ. റെഡിയാണല്ലോ? സെറ്റാണല്ലോ? അപ്പോൾ സോഷ്യലൈസേഷൻ സെറ്റല്ലേ? റെഡിയല്ലേ? അടുത്തതായി കൾച്ചറൽ ഡിഫ്യൂഷൻ, സാംസ്കാരിക വ്യാപനം. എന്താണ് സാംസ്കാരിക വ്യാപനം എന്നൊരു ക്വസ്റ്റ്യൻ 4 മാർക്കിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. സോ നോക്കാം എന്താണ് ഒരു സംസ്കാരത്തിൻ്റെ തനത് സവിശേഷതകൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നതാണ് എന്ത്? സാംസ്കാരിക വ്യാപനം. ഒരു സംസ്കാരത്തിലെ തനത് സവിശേഷതകൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നതാണ് സാംസ്കാരിക വ്യാപനം. വ്യത്യസ്ത സംസ്കാരങ്ങൾ തമ്മിൽ ഇടപെടുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു സംസ്കാരത്തിലേക്കും തിരിച്ചും ഈ വ്യാപനം സംഭവിക്കാം.
കേരളത്തിൽ ഉദാഹരണമായി കേരളത്തിൽ അതിഥി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചതിന്റെ ഫലമായി അവരുടെ ഭക്ഷണ വിഭവങ്ങൾ അല്ലെ അവരുടെ പാനിപൂരി, ബേൽപൂരി, മസാലപ്പൂരി തുടങ്ങിയവയും അവരുടെ ഭക്ഷണ വിഭവങ്ങളും അതോടനുബന്ധിച്ച് അവരുടെ വസ്ത്രങ്ങൾ, ഭാഷ, ആഘോഷം തുടങ്ങിയവും വസ്ത്രധാരണ രീതി, ഭാഷ, ആഘോഷം തുടങ്ങിയവയിലും പ്രകടമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധ സംസ്കാരങ്ങൾ സൗഹൃദപൂർവം ഇടപഴകുമ്പോഴാണ് സാംസ്കാരിക വ്യാപനം സംഭവിക്കുന്നത്. Cultural diffusion is the mixing of unique characteristics of the one culture into another culture. Yes, when the number of guest workers increased in the Kerala, their food items, then their clothes, then language, celebration, all these factors are elements of cultural diffusion happen when different culture interact in a friendly manner. സൗഹൃദത്തിലൂടെ ഡിഫറെന്റ് കൾച്ചർ എന്താണ് ഒടിച്ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? കൾച്ചർ ഡിഫ്യൂഷൻ സംഭവിക്കുന്നത്. സെറ്റാണ്, പവറാണ്. അങ്ങനെയെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കോ, ഭൗതിക സംസ്കാരത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് മെറ്റീരിയൽ കൾച്ചർ? ഉറപ്പാണ്, മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും ഒരു ക്വസ്റ്റ്യൻ ആണ്. പിടിച്ചോ. മെറ്റീരിയൽ കൾച്ചർ എന്നാൽ എന്താ? പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്ന അഥവാ രൂപമുള്ള എന്തും മെറ്റീരിയൽ കൾച്ചറാണ്. ഉദാഹരണം ഭക്ഷണം, വസ്ത്രം, വീട്ടുപകരണങ്ങൾ മുതലായവ മെറ്റീരിയൽ കൾച്ചറിന് ഉദാഹരണമാണ്. ഫുഡ്, ക്ലോത്ത് which can be seen have a form. Household items also been named as material culture. Then non-material culture important തന്നെ. മെറ്റീരിയൽ കൾച്ചർ പറഞ്ഞു. then non-material culture എന്തൊക്കെ? ഭൗതികേതര സംസ്കാരങ്ങൾ എന്തൊക്കെ? പ്രകടമായി കാണുന്നവ മെറ്റീരിയൽ ആണെങ്കിൽ പ്രകടമായി കാണാത്തവയോ രൂപമില്ലാത്തതയോ ആയ വിശ്വാസങ്ങൾ, ചിന്തകൾ, ആശയങ്ങൾ മുതലായവ നോൺ മെറ്റീരിയൽ കൾച്ചറാണ്. അതിൻ്റെ ഘടകങ്ങളാണ്. ബിലീഫ്, തോട്ട്സ്, ഐഡിയാസ് ദാറ്റ് ആർ നോട്ട് വിസിബിൾ or have no form are elements of നോൺ മെറ്റീരിയൽ കൾച്ചർ. കണ്ടോ ഉറപ്പാണ് ഒരു ക്വസ്റ്റ്യൻ വരെ മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും ആക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരെ A-B വരെ ഭൗതിക സംസ്കാരവും ഭൗതികേതര സംസ്കാരവും മാറ്റാനുള്ള. അപ്പോൾ അത് രണ്ടിൻ്റെയും എക്സാമ്പിൾസ് നോക്കി പഠിച്ചു പോവുക. ഭൗതിക സംസ്കാരത്തിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാ? ഷർട്ട്, ബുക്ക്, ഡിഷ്, യെസ്, കാറ്, ഗ്ലാസസ്, ഇവയൊക്കെ എന്തിൻ്റെ എക്സാമ്പിൾ ആണ്? മെറ്റീരിയൽ കൾച്ചറിന്റെ ഭൗതിക സംസ്കാരത്തിന്റെ എക്സാമ്പിൾ ആണ്. ഭൗതികേതര സംസ്കാരത്തിന്റെയോ മലയാളം, റിലീജിയൻ, ട്രഡീഷൻ, റെസ്പെക്ട്, മൊറാലിറ്റി അഥവാ ധർമ്മം, ഇവയൊക്കെ എന്തിലാണ്? ഭൗതികേതര സംസ്കാരത്തിന്റെയും എക്സാമ്പിൾസ് ആണ്. റെഡിയാണല്ലോ? അപ്പോൾ 4 മാർക്ക് വാങ്ങാൻ മാധവ് സാറ മക്കൾ റെഡിയാണല്ലോ? പക്കയാണല്ലോ? യെസ്, പക്ക പ്രഡിക്ഷൻ സീരീസ് നമ്മൾ തുടരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. വാട്ട് ആർ ഗ്രേറ്റ് മോണ്യുമെന്റ്സ്? എനിക്കിഷ്ടപ്പെട്ടൊരു ഭാഗമാണ്, എനിക്കിഷ്ടപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് പഠിക്കാൻ സിമ്പിളായ പവർഫുൾ ആയിട്ടുള്ള ഏരിയ ആണ്. എന്താണ് മഹാശിലാസ്മാരകങ്ങൾ? യെസ്, ഒരു ക്വസ്റ്റ്യൻ വരും. എങ്ങനെ നമുക്ക് ആൻസർ ചെയ്താം? മെഗാലിത്തിക് മോണ്യുമെന്റ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ancient burial practices. Megalithic monuments are associated with ancient burial practices. Such stone monuments were built to bury the remains of dead bodies. Along with their remains, എന്താ അവരുടെ ശരീരത്തോടൊപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് കൂടി ഉണ്ടായിരുന്നത്? Jewelry, weapons, tools, vessels contained. They used to have also been found in the megalithic monuments. എന്തൊക്കെ? മഹാശിലാസ്മാരകങ്ങൾ പ്രാചീന കാലത്തെ ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൃതശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാണ് ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ശരീരാവശിഷ്ടങ്ങളോടൊപ്പം അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ, ആയുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങൾ എന്നിവയും മഹാശിലാസ്മാരകങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. സെറ്റാണല്ലോ? പവറേഷാണല്ലോ? പൊളിയാണല്ലോ? അപ്പോൾ നമ്മൾ അതും പഠിച്ചു. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഏത് ചാപ്റ്ററിൽ നിന്ന്? നമ്മുടെ 6ാം ക്ലാസ്സിലെ SS-ന്റെ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത്?
സംഘ സാഹിത്യത്തിലെ ഐന്തിണകൾ അഥവാ 5 തിണകൾ എന്തൊക്കെയാണ്? തിണകളെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. ഓർത്തോ, ആലോചിച്ചോ, നോക്കി വെച്ചോ. ഏത് തിണകളിൽ നിന്ന് 5 മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാ പിടിച്ചോ. വാട്ട് ആർ ദ ഐന്തിനാസ്? 5 തിണാസ് ഇൻ സംഘം ലിറ്ററേച്ചർ. പ്രിപ്പയർ എ നോട്ട് അബൌട്ട് ദ തിണകളെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. 5 മാർക്കിന് എങ്ങനെ എഴുതാം? എത്ര തിണകളുണ്ട്? 5 തിണ. ഏതൊക്കെയാണവ? കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. ഓർക്ക എങ്ങനെ എഴുതാം? കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. The Sangam works mentioned that there were 5 geographical divisions in the ancient Tamil based on topography. These were known as Aindina. ഇവയെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഐന്തിന എന്ന പേരിൽ അറിയപ്പെടുന്നു. The lifestyle and the livelihood of the people in each region different according to the geographical features of the region. അവിടെയുള്ള ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അടിസ്ഥാനത്തിലാണ് വ്യത്യസ്തമായിരിക്കുന്നത്. The resources produced in each region were exchanged with other region. അവർ എന്ത് ചെയ്തിരുന്നു? പരസ്പരം സാധന സേവനങ്ങൾ കൈമാറ്റിയിരുന്നു. Resource diversification led to the formation of trading centers. ഇതെന്തിനെ? ട്രേഡ് സെന്റേഴ്സിന്റെ വരവിലേക്ക് വന്നു. Then these trading centers were known as market. ഈ ട്രേഡ് സെന്റേഴ്സിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? മാർക്കറ്റ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ വ്യാപാര കേന്ദ്രങ്ങൾ അങ്ങാടികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അല്ലേ? വിഭവം മാറ്റം വ്യാപാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. അപ്പൊ സെറ്റല്ലേ? ഏത്? കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ എന്തിന്റെ കീഴിൽ? ഐന്തിന എന്ന പേരിൽ അറിയപ്പെട്ടു. അതോടൊപ്പം തിണകളുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത അനുസരിച്ചാണ് അവ വ്യത്യസ്തമായിരിക്കുന്നത്. അവിടെ ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള ഭൂപ്രകൃതി നോക്കി വെക്കുക, പഠിച്ചു വെക്കുക, എഴുതുക, പൊളിക്കുക. Then we can move to the next question. What is constitution? എന്താണ് ഭരണഘടന എന്നൊരു ക്വസ്റ്റ്യൻ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്താണ് ഭരണഘടന? A constitution is an authoritative document contains the basic law, principles and provisions necessary for the organization and functioning of a nation's government. എങ്ങനെ പറയാം? ഒരു രാഷ്ട്രത്തിലെ ഗവൺമെന്റിന്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവയടങ്ങിയ ആധികാരിക രേഖയാണെന്ത്? ഭരണഘടന. ഓക്കെ, സെറ്റ്. അപ്പൊ എന്താണ് ഭരണഘടന എന്നും നമ്മൾ പഠിച്ചു, നമ്മൾ നോക്കി. ഇത് നോക്കടാ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ഫ്രഞ്ച് വിപ്ലവം. 4 മാർക്ക് പിടിച്ചോ. Which slogan is associated with the French Revolution? Prepare a note on the French Revolution. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. മക്കളെ നോട്ട് ചെയ്തു വെച്ചോ. 6ാം ക്ലാസ്സിലെ മക്കളെ നോട്ട് ചെയ്തു വെച്ചോ. ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൻ്റെ സ്ലോഗനും അതിനെ വിശദീകരിക്കാനും നിങ്ങളോട് ചോദിക്കും. എങ്ങനെ എഴുതാം? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. This is the revolution carried out by the French people in 1789. Okay, raising the slogan of liberty, equality, fraternity. It was through this revolution that the idea of popular sovereignty against royal authority was accepted. With this, a constitution was formed in France and the king's power were subordinated to the constitution. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രഞ്ച് ജനത 1789 നടത്തിയ വിപ്ലവമാണിത്. ഭരണാധികാരികൾക്കെതിരെ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് ഈ വിപ്ലവത്തിലൂടെയാണ്. ഇതോടെ ഫ്രാൻസിൽ ഒരു ഭരണഘടന രൂപപ്പെടുകയും രാജാവിൻ്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്തു. സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ ഫ്രം ഫ്രഞ്ച് റവല്യൂഷൻ. പഠിക്കുക, പൊളിച്ചെടുക്കുക. ഓക്കെ, ദെൻ
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇത് മറക്കരുത്. ആരാണ്? നമ്മുടെ പ്രിയ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. സോ this is the question, this is the sure questions, this is the prediction from Madhav sir side. So see you in the next video. SS set ആണെങ്കിൽ മക്കളെ SS set എന്ന് പൊളിച്ചിടാം. Then we can see in the live session. So see you there. Madhav sir is signing off. Bye.